പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് WWE നടത്തിയ ലൈവ് ഇവൻറ്റിൽ നടന്ന ഒരു സൂപ്പർ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും സൂപ്പർ താരമായ AJ സ്റ്റൈൽസും ടീം ആയിക്കൊണ്ട് ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിച്ചു. ഇതിൽ CM പങ്ക്, AJ സ്റ്റൈൽസ് തുടങ്ങിയവരുടെ ടീമാണ് വിജയിച്ചത്. മത്സരശേഷം ആ വേൾഡ് ടൈറ്റിൽ എടുത്ത് CM പങ്കിൻ്റെ കയ്യിലേക്ക് AJ സ്റ്റൈൽസ് വെച്ച് കൊടുക്കുന്ന വിഷ്വൽസും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് WWE റോ എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ട് നടത്താത്തത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ റോ എപ്പിസോഡിലേക്ക് അനൗൺസ് ചെയ്താൽ റേറ്റിംഗ്സ് നല്ലതുപോലെ ഉയരും. കൂടാതെ റോ എപ്പിസോഡ് കാണാനുള്ള താല്പര്യം ആളുകൾക്കിടയിൽ വർദ്ധിക്കും. പക്ഷേ ലൈവ് ഇവൻറ്റുകളിൽ മാത്രം ഇത്തരത്തിലുള്ള ഡ്രീം ടാഗ് ടീം മത്സരങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ട്രിക്ക് മനസ്സിലായാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിനെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ചിൻ്റെ ഇപ്പോൾ WWE-യുമായിട്ട് 2025 സൈൻ ചെയ്ത കോൺട്രാക്റ്റ് താരത്തിൻ്റെ അവസാനത്തെ കോൺട്രാക്റ്റ് ആയിരിക്കുമെന്നും അതോടുകൂടി ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നതോടുകൂടി റെസ്ലിംഗ് റിങ്ങിനോട് വിട പറയുമെന്നുള്ളതും ബെക്കി ലഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. WWE-യും നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമും സംയുക്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത അൺറിയൽ എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിൽ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ബെക്കി ലഞ്ച് ഈ ഒരു നിർണായകമായിട്ടുള്ള താരത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. ബെക്കി ലഞ്ച് എത്ര വർഷത്തേക്കാണ് 2025 WWE-യുമായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അത് താരത്തിൻ്റെ അവസാനത്തെ കോൺട്രാക്റ്റ് ആണെന്ന് പറയുമ്പോൾ നല്ല സ്റ്റോറി ലൈനുകളും നല്ല മത്സരങ്ങളും ഇനിയുള്ള വർഷങ്ങളിൽ ബെക്കി ലഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഒരു ഫുൾ ടൈം ആക്റ്റീവ് റെസ്ലറായി നിലവിൽ പോകുന്ന ബെക്കി ഇനി ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് വരെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇപ്പോൾ പുറത്തേക്ക് വന്ന ഒരു അപ്ഡേറ്റ്. മുൻ NXT ചാമ്പ്യനായ ടൊമാസോ ചാമ്പ WWE-യുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നു, WWE വിടാൻ പോകുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ടൊമാസോ ചാമ്പയുടെ WWE-യുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നും ടൊമാസോ ചാമ്പ മറ്റ് ഓപ്ഷൻസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. ആ റൂമേഴ്സ് സ്ഥിരീകരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ ടൊമാസോ ചാമ്പ പങ്കുവച്ചിരിക്കുന്നത്. ഡിസംബർ പകുതിയിലാണ് അവസാനമായി ടൊമാസോ ചാമ്പയെ നമുക്ക് കാണാൻ സാധിച്ചത്. അവസാനമായിട്ടൊരു ടാഗ് ടീം മത്സരത്തിലാണ് ടൊമാസോ ചാമ്പ മത്സരിക്കാൻ ഇറങ്ങിയത്. DIY എന്ന് പറയുന്ന ടീമിൻ്റെ ഭാഗമായിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടൊമാസോ ചാമ്പ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. പക്ഷേ DIYയുടെ ജോണി ഗർഗാനയുടെ സ്റ്റോറി സ്മാക്ഡൗണിൽ നടക്കുന്നുണ്ടെങ്കിലും ടൊമാസോ ചാമ്പ ആക്റ്റീവ് അല്ല. അപ്പോൾ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു, ഇനി കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ചാമ്പ മാനേജ്മെൻറ്റിനോടും ക്രിയേറ്റീവ് ടീമിനോടും പങ്കുവച്ചത് കാരണമായിരിക്കും ചാമ്പിയെ ഓൺ സ്ക്രീനിൽ നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കുക. ട്രിപ്പിൾ എച്ച് ഗോൾഡൻ ബ്ലാക്ക് കാലഘട്ടത്തിൽ NXTയിൽ ടൊമാസോ ചാമ്പിയെ പ്രസൻറ്റ് ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഒരു വശത്ത് പോലും മെയിൻ റോസ്റ്ററിൽ ടൊമാസോ ചാമ്പിയെ ട്രിപ്പിൾ എച്ച് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ്, നല്ല രീതിയിലുള്ള ഒരു പുഷ് കിട്ടാത്തതായിരിക്കാം ടൊമാസോ ചാമ്പ മറ്റു ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ്. ടൊമാസോ ചാമ്പ ഇനി എങ്ങോട്ടേക്കായിരിക്കും പോകുക, ഏത് റെസ്ലിംഗ് കമ്പനിയിലേക്കായിരിക്കും പോകുക, റെസ്ലിംഗിൽ തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് ചാമ്പ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ AEW, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ്, TNA റെസ്ലിംഗ് തുടങ്ങിയ കമ്പനികളിലേക്ക് ടൊമാസോ ചാമ്പയുടെ ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സാക്ഷാൽ ദ റോക്കും റോമൻ റീൻസും തമ്മിൽ നമ്മൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒരു ഡ്രീം മാച്ച് റെസ്ൽമേനിയ 43 തന്നെ നടക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നു. ഇന്നലെ റോക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ സൗദി അറേബ്യയിൽ വെച്ച് റെസ്ൽമേനിയ 43 നടക്കുന്നതിനെ സംബന്ധിച്ചും സൗദി അറേബ്യയിലെ റെസ്ൽമേനിയയിൽ റോക്ക് മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇൻ്റർവ്യൂവർ ചോദിച്ചപ്പോൾ റോക്ക് പങ്കുവച്ചത് നല്ല രീതിയിലുള്ള ചർച്ചകൾ സൗദി അറേബ്യയുമായിട്ട് നടന്നിട്ടുണ്ട്, അതിലെല്ലാം തനിക്ക് സന്തോഷമേ ഉള്ളൂ. റെസ്ൽമേനിയ ഒരു ബിഗ് ഷോ ആണ്, അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിലവിൽ വലിയ പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് റോക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസുമായിട്ടുള്ള മത്സരത്തിന് വേണ്ടി റോക്കിൻ്റെ കരിയറിലെ അവസാന മത്സരമായിരിക്കാൻ സാധ്യത ഏറെയുള്ള റോമൻ റീൻസുമായിട്ടുള്ള മത്സരത്തിന് വേണ്ടി റെസ്ൽമേനിയ 43 സൗദി അറേബ്യയിലെ റെസ്ൽമേനിയയിൽ ദ റോക്ക് വരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര രസകരമായിട്ട് പോകണം എന്നില്ല. കാരണം റോക്കിൻ്റെ ഒരു തിരിച്ചുവരവിൽ, റോക്കിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിൽ റോക്കിന് വിജയസാധ്യത ഉള്ള രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. ഇത്തവണ റോക്കിൻ്റെ ഒരു തിരിച്ചുവരവ് ഗംഭീരമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ റോമൻ റീൻസിനെ കുറച്ചൊന്ന് വില കുറച്ച് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റോറി റെസ്ൽമേനിയ 43 റോക്ക് വേഴ്സസ് റോമൻ റീൻസിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റോക്കിനാണ് വിജയ സാധ്യത കൂടുതലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.